കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പുനഃപരിശോധനയ്ക്കെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കി. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയം പ്രതിപക്ഷം പിന്തുണച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ കോൺഗ്രസും CPM-ഉം SIR-നെതിരായ നിലപാട് വ്യക്തമാക്കിയിരുന്നു. സുതാര്യമായി പുതുക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന കേരളത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെയുള്ള അനധികൃത കുടിയേറ്റങ്ങൾക്ക് സാധ്യതയും ഇല്ലാത്തതിനാൽ ഈ സംസ്ഥാനത്ത് SIR അപ്രസക്തമാണ്. ഇവിടെ ഒരു SIR-ന്റെ കാര്യമില്ല. ഇവിടെ ഏതെങ്കിലും അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് കയറി താമസിക്കണില്ല. വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് അമൽ. ഏകകണ്ഠമായ SIR-നെതിരെ കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരിക്കുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത്ര നിഷ്കളങ്കമായി കാണാനാകില്ല എന്നുള്ളതാണ് പ്രമേയത്തിന്റെ അന്തസത്ത. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംശയത്തിന്റെ നിഴലിലാണ് SIR നടപ്പാക്കാനുള്ള നീക്കം എന്ന് പറയുന്നത്. ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണോ, അത് വളഞ്ഞ വഴി നടപ്പാക്കാനുള്ള നീക്കമാണോ നടക്കുന്നത് എന്നുള്ള സംശയം പ്രകടിപ്പിച്ചുള്ള പ്രമേയമാണ് മുഖ്യമന്ത്രി സഭയിൽ അവതരിപ്പിച്ചത്. പ്രമേയത്തെ പ്രതിപക്ഷം പിന്താങ്ങി. പ്രതിപക്ഷത്തിന്റെ ചില ഭേദഗതി നിർദ്ദേശങ്ങൾ ഉണ്ട്. N. ഷംസുദ്ദീൻ അടക്കം, PC വിശ്വനാഥ് അടക്കം, T. സിദ്ദിഖ് അടക്കമുള്ളവർ ചില ഭേദഗതി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അതിൽ ചില നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഇപ്പോൾ സഭ ഏകകണ്ഠമായി പ്രമേയം പാസാക്കിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ SIR നടപ്പാക്കുന്നത് അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും പിന്നാലെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളും അതിന് മേൽനോട്ടം വഹിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത്ര അടുത്ത് നിൽക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് അത് ഇരട്ടി ഭാരമാകും എന്നൊരു കാര്യം കൂടി ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നേരത്തെ സംസാരിച്ചിരുന്നു. അത് കേൾക്കാം. പ്രത്യേക തീവ്ര പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം ദേശീയ പൗരത്വ രജിസ്റ്ററിന്റെ വളഞ്ഞ വഴിയിലൂടെയുള്ള നടപ്പാക്കലാണെന്ന ആശങ്ക വ്യാപകമാണ്. ബീഹാറിൽ നടന്ന SIR പ്രക്രിയ ഇത്തരം ആശങ്കകളെ ശരിവെക്കുന്നതുമാണ്. പുറന്തള്ളലിന്റെ രാഷ്ട്രീയമാണ് ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ കാണുന്നത്. വോട്ടർ പട്ടികയിൽ നിന്നും യുക്തിരഹിതമായ ഒഴിവാക്കലാണ് ബീഹാറിൽ നടന്നത്. അതേ രീതിയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന സംശയവും രാജ്യവ്യാപകമായി നിലവിലുണ്ട്. ബീഹാർ SIR പ്രക്രിയയുടെ ഭരണഘടനാ സാധുത സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ തന്നെ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ കൂടി തിടുക്കപ്പെട്ട് ഇതേ പ്രക്രിയ കൊണ്ടുവരുന്നതിനെ നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല. തിടുക്കപ്പെട്ട് SIR നടത്തുന്നത് ദുരുദ്ദേശപരമാണ്. അമൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അമൽ, ഇത് തന്നെയാണ് ഈ പൗരത്വ രജിസ്റ്ററിന്റെ നടപ്പിലാക്കൽ വളഞ്ഞ വഴിയിലൂടെ എന്നുള്ളത് തന്നെയാണ് കേരളം തിരിച്ചറിയുന്നത് എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ചില ഭേദഗതി നിർദ്ദേശങ്ങൾക്കപ്പുറത്തേക്ക് ഏകകണ്ഠമായിട്ടാണ് ഈ കാര്യം, ഈ പ്രമേയത്തെ അംഗീകരിക്കുകയും ചെയ്തത്. എന്തായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഭേദഗതി നിർദ്ദേശങ്ങൾ? തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരമൊരു നീക്കം നടത്തുന്നതിന് സംശയത്തോടെ കാണുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി തന്നെ പറയണം എന്നുള്ള കാര്യം പ്രതിപക്ഷം ഒരു ഭേദഗതി നിർദ്ദേശമായി മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റമൊന്നും ഈ കേരളത്തിലേക്ക് നടക്കുന്നില്ല. ഒരു അതിർത്തി, മറ്റേതെങ്കിലും രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമല്ല കേരളം. അതിനാൽ തന്നെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇപ്പോൾ വേണ്ട എന്നതല്ല, വേണ്ട എന്നുള്ള നിലപാട് തന്നെ പറയണം എന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചൊരു നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമ്പോൾ അതിൽ നൽകേണ്ട രേഖകളുണ്ട്. അത് വലിയ പ്രശ്നമാണ്. അതിൽ റേഷൻ കാർഡ് അടക്കമുള്ളവ ഒരു ആധികാരിക രേഖയായി പരിഗണിക്കുന്നില്ല. അക്കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യം PC വിശ്വനാഥ് സഭയിൽ ആവശ്യമായി ഉന്നയിച്ചു. അതോടൊപ്പം അച്ഛൻ്റെയും അമ്മയുടെയും ഈ പറയുന്ന രാജ്യത്തെ പൗരത്വം സംബന്ധിച്ചിട്ടുള്ള രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ 18 പൂർത്തിയായ ഒരാൾക്ക് ഇവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനാകൂ എന്നുള്ളത് ഒരാളുടെ പ്രായപൂർത്തി വോട്ടവകാശം സംബന്ധിച്ചുള്ള അധികാരത്തിലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ള കാര്യം കൂടി പ്രതിപക്ഷം ഒരു ഭേദഗതി നിർദ്ദേശമായി മുന്നോട്ട് വെച്ചു. ഇതിൽ പല നിർദ്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു ഈ പറയുന്ന ഭേദഗതി നിർദ്ദേശങ്ങളുടെ നല്ല ഉദ്ദേശം മനസ്സിലാക്കി അത് ഉൾപ്പെടുത്താം എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത്. അങ്ങനെ വിവരങ്ങൾ നൽകിയത്. SIR-നെതിരെ പ്രമേയം പാസാക്കി കേരള നിയമസഭ. മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തെ പ്രതിപക്ഷം പിന്തുണച്ചു.